കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ: കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവിടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്ക് എല്ലാം സാധിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു ധനികനും ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷം. അതിനകത്ത് നമുക്കറിയാം, ഈ ധനവാൻ വന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ഈ ലോകത്തിൻ്റെതായതെല്ലാം അവന് ദൈവം നൽകിയിട്ടുണ്ട്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ലൗകികമായ വേണ്ടതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ്. അതായത് ഈ ലോക ജീവിതത്തിൽ എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് ഈ ജീവിതത്തിന് ശേഷവും നിത്യമായി ജീവിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. ഞാൻ ആലോചിക്കുക, ഇത്രയും ധനികനായിരുന്ന ഒരു മനുഷ്യൻ, ഇത്രയും സമ്പന്നനായിരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചോദിച്ചത് തന്നെ നല്ലതാണ്. ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്തിലും ഈ ലോകത്തിൻ്റെതായ ജീവിതചര്യയിലൊക്കെ മുഴുകി അങ്ങോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. നിത്യജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ നമ്മൾ തയ്യാറായെന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ധനികനിൽ കണ്ട ഒരു നന്മയെന്ന് പറയുന്നത്, ഈ ലോകത്തിൻ്റെ സമ്പന്നത എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തോ ഒരു ശൂന്യത ഇവൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ലോകം എല്ലാം നൽകിയിട്ടും ലോകത്തിൻ്റെതായതെല്ലാം സ്വന്തമാക്കിയിട്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ശൂന്യത ഇവൻ അനുഭവിച്ചത് കൊണ്ടാണ്, ആ ശൂന്യതയും നികത്തപ്പെടണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിനുള്ളിൽ കിട്ടിയത് കൊണ്ടാണ് അവൻ ഈശ്വരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചത്, നിത്യജീവൻ, അതായിരുന്നു ശൂന്യത. യേശുവിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിത്യമായി വസിക്കണമെന്നുള്ള ഒരാത്മാവിൻ്റെ എക്കാലത്തെയും ദാഹം. അപ്പോൾ അവൻ പറഞ്ഞു, ഈ നിത്യജീവൻ അവകാശമായിട്ട് ആക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം അതിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞത്, നീ പ്രമാണങ്ങൾ അനുസരിക്കുക. എന്നിട്ട് ഈശോ പ്രമാണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. കേട്ട പടയും പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. അതായത് പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ ഞാൻ ഇന്ന് വരെ ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. അപ്പോഴാണ് കർത്താവ് അവനോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യേ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. അത് പറഞ്ഞപ്പോഴാണ് അവൻ സങ്കടത്തോടെ വിഷാദത്തോടെ പോയി എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഇക്കാലം അത്രയും തൻ്റെ ചെറുപ്പം മുതൽ ആ സമയം വരെ അവൻ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ദൈവസ്നേഹമില്ലായിരുന്നു. ദൈവത്തെക്കാൾ ഉപരി സ്നേഹം സമ്പത്തിനോടായിരുന്നു.
നമുക്കും ഇങ്ങനെ കൽപ്പനകളൊക്കെ പാലിച്ച് ജീവിക്കാൻ പറ്റും. ഒരു ജീവിതകാലം മുഴുവനും ദൈവകൽപ്പനകളൊന്നും ലംഘിക്കാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുന്നതിലാണ് അതിൻ്റെ ആത്മീയ അർത്ഥം അടങ്ങിയിരിക്കുന്നത്. എനിക്കൊരാളോട് സ്നേഹമില്ലാതെ ഒരാൾ അനുസരിക്കാൻ പറ്റും, ഒരാളോടൊരു ബന്ധമില്ലാതെ നിയമങ്ങൾക്ക് കീഴ്വഴങ്ങാൻ പറ്റും. പക്ഷേ ഉന്നതമായ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആ സ്നേഹബന്ധത്തിൽ ഞാൻ കൽപ്പനകൾ, ദൈവം തന്ന കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് അത് എന്നെ നിത്യജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഈ സ്നേഹമില്ലാതെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സ്നേഹമില്ലാതെ എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അനുദിന ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനും മക്കൾക്കും വേണ്ടി പ്രഭാതം മുതൽ സായാഹ്നം വരെ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ഭവനത്തിൽ കടന്നു ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നിത്യജീവന്റെ സ്പർശനം ഉണ്ടാകുന്നത്. അല്ലാതെ പരാതി പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, കുറ്റവും പറഞ്ഞ് നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള മനസ്സിന്റെ പെറുപെറുപ്പും പരാതിയുമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് താനും. അപ്പൊ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നേഹമുണ്ടോ? ഒന്നിനും ഒരു സ്നേഹമില്ല. അപ്പൊ എവിടെയൊക്കെ ദൈവകൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കുകയും ദൈവസ്നേഹത്തിന്റെ സ്പർശനം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന ദൈവ പ്രമാണങ്ങൾ, നമ്മൾ പാലിക്കുന്ന ദൈവ പ്രമാണങ്ങൾ നമ്മെ നിത്യജീവിതത്തിന് അർഹരാക്കി തീർക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്ത വിഷമായിപ്പോയി. കാരണം എന്താ? അവന്റെ ഹൃദയം സമ്പത്തിലായിരുന്നു, ദൈവത്തിലല്ലായിരുന്നു. അവന്റെ സ്നേഹം മുഴുവനും ദൈവത്തെക്കാൾ ഉപരിയായ ഒരു സ്നേഹം അവന് സമ്പത്തിനോടുണ്ടായിരുന്നു. അതല്ല എങ്കിൽ ഈശോ പറയുകയാണെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോയോടായിരുന്നു, ദൈവത്തോടായിരുന്നു സമ്പത്തിനേക്കാൾ ഉപരി സ്നേഹമെങ്കിൽ ഓക്കെ എന്ന് പറയായിരുന്നു. അതൊരു പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? ഉപരി സ്നേഹം സമ്പത്തിനോടായിരുന്നു, ദൈവത്തോടല്ലായിരുന്നു. ഒരുപക്ഷെ അത് വിട്ടിട്ട് വന്ന് അനുഗമിക്കാൻ പറയാനും ഓക്കെ പറഞ്ഞാൽ കർത്താവ് പറയുന്നു കുഴപ്പമൊന്നുമില്ല, നീ വിട്ടിട്ടൊന്നും വരണ്ട, നീ മുന്നോട്ട് പോകോളം പറഞ്ഞേനെ. ഇവൻ വിഷാദത്തോടെ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാ പറയുന്നത്. കാരണം എന്താ? ഇവന്റെ ഹൃദയം ദൈവസ്നേഹത്തിൽ ഉപരിയായി ലോകത്തോടും അല്ലെങ്കിൽ സമ്പത്തിനോടും ഹൃദയം ഉടക്കി കിടന്നതുകൊണ്ട് അവൻ എന്നും ഒരു ജീവിതത്തിൽ ശൂന്യത അനുഭവിച്ചു എന്ന് മാത്രമല്ല, അതിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു ആത്മീയ ബലവോ ധൈര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ ഇന്ന് അനേകർക്ക് ദൈവത്തെ അനുഗമിക്കാൻ പറ്റാത്തതിന് കാരണം ഇത് തന്നെയാണ്. ഹൃദയം കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നിടത്താണ്, അല്ലെങ്കിൽ ആ പരിശുദ്ധമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥമായ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുക. അല്ലാതെ നമ്മൾ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കണമെന്ന് ചോദിച്ചാൽ സുവിശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവസാനം ശിഷ്യന്മാർ ചോദിച്ചു, ഈശോ സമ്പന്നതയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും? ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എങ്ങനെയെങ്കിലും ആർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റും? ഇപ്പൊ കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തിൽ ഒരുവന്റെ പ്രവേശനം മനുഷ്യന്റെ പ്രവൃത്തിയല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കിയെന്ന് പറഞ്ഞ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറഞ്ഞ ഈശോ അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മുടെ രക്ഷ പ്രാപിക്കാൻ ആർക്ക്? നമ്മുടെ രക്ഷ നമുക്ക് അസാധ്യമായപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്കത് സാധ്യമാക്കി തന്നത്. അപ്പോൾ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തില്, നമ്മുടെ ആത്മരക്ഷയുമായ ബന്ധത്തില് ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട വിഷയമാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുക. അങ്ങനെ വിശുദ്ധമായൊരു ജീവിതം നയിച്ച് നമ്മൾ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിത്യജീവന്റെ അവകാശികളായിട്ട് മാറും. മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നർത്ഥം. ഈ ലോക ജീവിതത്തിലെ മരണം അത് ഒരു മരണമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിട്ട് ഒരുവന്റെ ജീവിതത്തിൽ മാറും. അതുകൊണ്ട് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.